വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാത്തതിന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്നുള്ളതും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ചിക്കൻ്റെ ലെഗാണ്. ഹോൾ ലെഗാണ് കേട്ടോ, കട്ട് ചെയ്തല്ല, ഹോൾ ലെഗാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് താഴ്ത്തി ഒന്ന് വരഞ്ഞു കൊടുക്കുക, 2 സൈഡും വരഞ്ഞു കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പ്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ചെറിയ പീസ് തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അത് പേസ്റ്റ് ആണെന്നൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ആയി കിട്ടിയാൽ മതി. അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ നാരങ്ങയാണ്, അതുകൊണ്ട് തന്നെ 1.5 നാരങ്ങ ചേർക്കുന്നുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ 1 ചേർത്താൽ മതി. ചെറുതായതുകൊണ്ട് 1.5 നാരങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ മസാല തേച്ച് കൊടുക്കുമ്പോൾ ആ വരയുടെ ഉള്ളിലേക്കൊക്കെ, വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേക്കാൻ ശ്രദ്ധിക്കണം. എന്നാലും ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കുള്ളൂ. മാരിനേഷൻ ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കൂടുതൽ വെക്കുന്തോറും ടേസ്റ്റ് കൂടും, ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കുക. കൂടുതൽ വെക്കാൻ പറ്റുന്നവർ കൂടുതൽ ടൈം വെക്കുക. രാവിലെയൊക്കെ മസാല തേച്ച് വെച്ചിട്ട് രാത്രിക്കാണെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് മീനൊക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആവും കൂടുതൽ ടേസ്റ്റ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി വേവിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ പീസ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പീസ് എടുത്തത്. അല്ലെങ്കിൽ ചെറിയ പീസിലാണ് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന, ആ ഒരു പീസിലാണ് ചെയ്യാറ്. അതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് പിടിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമല്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് മസാല പിടിക്കും. ഇപ്പോൾ ചിക്കൻ 2 പീസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത സെക്ഷൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. ഗ്രിൽഡ് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചിക്കൻ കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ മതി. ഓയിൽ ചെയ്യണത് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യണത്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നിർബന്ധമായിട്ടും ചെയ്യണം, എന്നാലും ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും വരുള്ളൂ. ഒരു ഫോർക്കോ സ്ക്വയറോ എന്തെങ്കിലും വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുത്തിയിട്ട് ഗ്യാസിന് ടോപ്പിൻ്റെ മുകളിൽ കാണിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഫ്ലെയിമിലൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ലൊരു സ്മോക്കി ഫ്ലേവറും സ്മെല്ലും ഒക്കെ വരും. കുറേ നേരം ഒന്നും കാണിക്കണ്ട, കുറച്ച് സമയം കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡും കാണിച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ 4 ചിക്കനും ചെയ്തെടുക്കുക. 2 സൈഡും ഏകദേശം ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിപ്സി ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ, നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. ഇനി ആരും ഓവനും ചാർക്കോളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാൽ ആരും ഗ്രില്ല് ചെയ്യാതിരിക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്